അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള, അതുപോലെ തന്നെ അള്ളാഹു ഒരുപാട് നന്മയുടെ കൂമ്പാരം തന്നെ നൽകുന്ന ഒരു രാവാണ് ഇന്നത്തേത് അല്ലേ. ഈ ഒരു രാവ് കഴിഞ്ഞ് നാളെ നമ്മൾ അറഫ നോമ്പെടുക്കുന്നതിൻ്റെ കൂലി അള്ളാഹുവിനല്ലാതെ അറിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ വർഷത്തെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുന്ന ഒരു നോമ്പ് കൂടിയാണ് അറഫ നോമ്പ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ഞാൻ അറഫ നോമ്പ് നോറ്റിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തിട്ടുണ്ട്, ഇനി നമ്മളൊരു വർഷം കൂടെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ളത്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ഒരു നോമ്പ് എടുക്കുക എന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ ഒരു കുട്ടിക്ക് പോലും നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവരോട് നമ്മൾ പറയുകയാണ്, കഴിഞ്ഞ വർഷത്തെ ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ നോമ്പ് അല്ല പാപങ്ങൾ പുറത്ത് തരും അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ എന്താ വരിക എന്നറിയോ? ഞാനിനിപ്പോൾ ഇനി ഒരു വർഷം തെറ്റ് കഴിഞ്ഞാലും അള്ളാഹു ഈ ഒരു നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെ ഒരു മൈൻഡാണ് അവർക്ക് വരിക. അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ചിട്ട്, ഈ ഒരു നോമ്പിനെ കുറിച്ചിട്ട്, അറഫ നോമ്പിനെ കുറിച്ചിട്ട് ഹദീസിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു മഹത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അറഫ നോമ്പ് അനുഷ്ഠിച്ച വർഷത്തെയും അടുത്ത വർഷത്തെയും ദോഷങ്ങളെല്ലാം തന്നെ അത് അനുഷ്ഠിച്ചതിൻ്റെ കാരണമായി അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് മനുഷ്യരുമായി ബന്ധപ്പെട്ടതല്ലാത്ത ചെറുദോഷങ്ങളാണ്. വൻ ദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ ശരിയായിട്ടുള്ള തൗബ തന്നെ ചെയ്യേണ്ടതാണ്. ഫത്തുൽ ഈമാനിൽ 281 പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായിട്ടുള്ള ഓരോ വർഷത്തെ ചെറുദോഷങ്ങൾ അത് പുറത്തു തരുന്നുള്ളതാണ്. മുസ്ലിം 1162 ഈ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നോമ്പിൻ്റെ പോരിശ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിയ്യത്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ നല്ല ഇഖ്ലാസോട് കൂടി തന്നെ വേണം, ഞാൻ നോൽക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓർത്തിട്ട് വേണം നിയ്യത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. നോമ്പ് എടുത്തിട്ട് നമ്മൾ തോന്നിയ പോലെ സംസാരിക്കുക, നമ്മൾ മറ്റുള്ളവരെ പോയി കുറ്റം പറയുക, അല്ലെങ്കിൽ തോന്നിയ പോലെ എന്തെങ്കിലും ഫോണിലൊക്കെ എന്തെങ്കിലും കാണുക, നമ്മൾ പ്രവർത്തിക്കുക, വേണ്ടാത്തതൊക്കെ പ്രവർത്തിക്കുക. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ നോമ്പ് എടുത്തു എന്നുള്ള പറച്ചിലും കൊണ്ട് നടന്നാൽ പോരാ. അത് പറയുന്നതിൻ്റെ പേരാണ് പട്ടിണി എന്നുള്ളത്. നോമ്പെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നോമ്പെടുത്തു അള്ളാഹുവിനെ വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ അമലുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, അതുപോലെ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നുള്ള ആ ഒരു ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം. കൂട്ടത്തിൽ തന്നെ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം പടച്ച റബ്ബേ ഞങ്ങൾക്ക് തരണേ റബ്ബേ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, ആമീൻ. കഴിയുമെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ സൂറത്തുൽ ആൽ ഇംറാനിലെ 3-ാമത്തെ അധ്യായം കൂടി ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ റബ്ബ് ഭാഗ്യം നൽകുന്നതായിരിക്കും, ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകുന്നതായിരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് തൗഫീക്ക് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവിധ സപ്പോർട്ടും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.